തിരുവനന്തപുരത്തെ രണ്ടാനച്ഛനിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരനെ നിയമ പോരാട്ടത്തിലൂടെ വീണ്ടെടുത്ത സ്വന്തം പിതാവ്. കഴിഞ്ഞ മാസം 18-നാണ് കരമന സ്വദേശിയായ ബാലന് ക്രൂരമർദ്ദനമേറ്റ വിവരം പുറത്തുവന്നത്. പിന്നാലെ രണ്ടാനച്ഛനെയും അമ്മയെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിരുന്നു. ദേഹത്താകമാനമുണ്ടായിരുന്നത് അടികിട്ടിയതിന്റെ 92 പാടുകൾ. 7 വയസ്സുകാരനായ ബാലനെ പരിശോധിച്ച ശേഷം തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ റിപ്പോർട്ടിലെ വരികളാണിത്. സ്വന്തം അമ്മ നോക്കി നിൽക്കെ രണ്ടാനച്ഛൻ കാട്ടിയ ക്രൂരതയുടെ അവശേഷിപ്പുകൾ. കുഞ്ഞു മനസ്സിനേറ്റ മുറിപ്പാടുകൾ ബാക്കിയുണ്ടെങ്കിലും അവനിന്ന് അച്ഛനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടന്നു. രണ്ടാനച്ഛനും ജയിലിലാണ്, അമ്മയും ജയിലിലാണ്. ആ കുഞ്ഞിനെ അവന്റെ മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥ. ഹായ്, എൻ്റെ പേര് നന്ദു. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇതേ ഒരു അവസ്ഥ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ രണ്ടാനച്ഛനും ഇതേപോലെ എൻ്റെ അമ്മ രണ്ടാമത് എൻ്റെ സിസ്റ്ററെ പ്രഗ്നൻ്റ് സമയത്ത് അമ്മയെ ചവിട്ടാനൊക്കെ ഒരുങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചെന്ന് കയറി. കാരണം അന്ന് എനിക്ക് ഈ പറയുന്ന പോലെ 7-8 വയസ്സേ ഉള്ളൂ. അന്ന് ചവിട്ടുകൊണ്ടത് എൻ്റെ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്താണ്. അന്ന് എനിക്ക് വേദനയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് വേദനയുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എനിക്കൊരു കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടി ജനിക്കത്തില്ല, പാടാണ് എന്നാണ് പറയുന്നത്. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ പരമാവധി കുറഞ്ഞുകൊണ്ടിരിക്കുക ആ ഭാഗത്തേക്ക്. സത്യം പറഞ്ഞാൽ സങ്കടമോ ഇതൊക്കെ കാണുമ്പോൾ, വിഷമോ. ആ മോനെ നല്ലത് വരുത്തട്ടെ.